നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. വഖഫ് ഭേദഗതി ബില്ലിന് രൂപം നൽകിയ BJP ബിൽ പാസാക്കുകയാണെങ്കിൽ 2026 കേരള നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ചിലതെല്ലാം സംഭവിക്കും. 2025 നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ കർട്ടൻ റേസർ കാണാം. വഖഫ് ഭൂമിയുടെ പേരിൽ മുനമ്പം ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ ആശങ്കാകുലരായിട്ട് കാലമേറെയായി. ഇന്നലെ വരെ തങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥലമാണ് പെട്ടെന്ന് വഖഫ് ഭൂമിയാണെന്ന ഗണത്തിൽ ഉൾപ്പെട്ടത്. ആയിരക്കണക്കിന് ആളുകൾ ഇറങ്ങിപ്പോകേണ്ടി വരും. കഴിഞ്ഞ ദിവസം വഖഫ് പരിശോധിക്കാൻ സർക്കാർ നിയമിച്ച ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. CPMന്റെ തന്ത്രത്തിലാണ് മുനമ്പത്തുകാർ വീണത്. മുനമ്പത്തിന് പിന്നാലെ ചാവക്കാടും വഖഫ് ഭൂമി കണ്ടെത്തിയതായി ബോർഡ് അവകാശവാദം ഉന്നയിച്ചു. മരുമകനെ ഭാവി മുഖ്യമന്ത്രിയാക്കാൻ വെമ്പൽ കൊള്ളുന്ന മുഖ്യമന്ത്രിയാണ് വഖഫ് വിഷയം ഇത്രത്തോളം ഗുരുതരമാക്കിയത്. 14 ഭേദഗതികളോടെ വഖഫ് ബില്ലിന് സംയുക്ത പാർലമെന്ററി സമിതിയുടെ അംഗീകാരം ലഭിച്ചത്. പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികളെല്ലാം വോട്ടിന് തള്ളി. 44 ഭേദഗതികളാണ് ആകെ നിർദ്ദേശിച്ചത്. 10 MPമാർ പ്രതിപക്ഷ ഭേദഗതികളെ പിന്തുണച്ചപ്പോൾ 16 പേർ എതിർത്തു. വോട്ടെടുപ്പിൽ പ്രതിപക്ഷ ഭേദഗതി നിർദ്ദേശങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെന്നും ഇതേ തുടർന്ന് നിർദ്ദേശങ്ങൾ തള്ളിയതായും സമിതിക്ക് നേതൃത്വം നൽകുന്ന BJP അംഗം ജഗദാംബിക പാൽ പറഞ്ഞു. വഖഫ് ബോർഡുകളുടെ ഭരണരീതിയിൽ നിരവധി മാറ്റങ്ങളാണ് വഖഫ് ഭേദഗതി ബിൽ നിർദ്ദേശിക്കുന്നത്. ഭേദഗതി ബിൽ പ്രകാരം അമുസ്ലിങ്ങളായ 2 പേരും വനിതാ അംഗങ്ങളും ഭരണസമിതിയിൽ ഇടം നേടും. വഖഫ് കൗൺസിലിന് ഭൂമി അവകാശപ്പെടാൻ കഴിയില്ല എന്നതടക്കം നിരവധി നിർദ്ദേശങ്ങളാണ് പുതിയ ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭരണപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികൾ ഉൾപ്പെടുത്തിയാകും റിപ്പോർട്ട് നൽകുക. നവംബർ 29-നകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് JPCയോട് ആദ്യം ആവശ്യപ്പെട്ടിരുന്നത്. പിന്നീട് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം അവസാനിക്കുന്ന ഫെബ്രുവരി 13 വരെയായി സമയപരിധി നീട്ടി നൽകുകയായിരുന്നു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വേഗത്തിൽ വഖഫ് ഭേദഗതി ബിൽ പാസാക്കാൻ ശ്രമം നടക്കുകയാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷ MPമാർ കഴിഞ്ഞ ആഴ്ച ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്തെഴുതിയിരുന്നു. ബില്ലിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടത്ര സമയം ലഭിച്ചില്ലെന്നും MPമാർ പറഞ്ഞിരുന്നു. സമിതി യോഗത്തിൽ ബഹളം വെച്ചതിന് 10 പ്രതിപക്ഷ MPമാരെ ചെയർമാൻ ജഗദാംബിക പാൽ സസ്പെൻഡ് ചെയ്തിരുന്നു. വഖഫിന്റെ പേരിൽ ജനങ്ങളെ വർഗീയമായി വേർതിരിക്കാനാണ് CPM ശ്രമിക്കുന്നത്. വഖഫ് ഭൂമി കേരളത്തിൽ നീറുന്ന പ്രശ്നമാണ്. ഇസ്ലാമിക നിയമപ്രകാരം മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്കായി ദൈവത്തിന്റെ പേരിൽ സമർപ്പിച്ചിരിക്കുന്ന വസ്തുവിനെയാണ് വഖഫ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വരുമാനവും പ്രതീക്ഷിക്കാതെ ദൈവത്തിന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചാണ് ഒരു വസ്തു വഖഫ് ചെയ്യുന്നത്. തടഞ്ഞു വെക്കുക, വിലക്കുക അല്ലെങ്കിൽ നിർത്തുക എന്ന അർത്ഥം വരുന്ന അറബി പദത്തിൽ നിന്നാണ് വഖഫ് എന്ന വാക്കിന്റെ ഉത്ഭവം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ശ്മശാനങ്ങൾ, പള്ളികൾ, ഷെൽട്ടർ ഹോമുകൾ എന്നിവയുടെ നടത്തിപ്പിന് വേണ്ടിയാണ് സാധാരണ ഭൂമി വഖഫ് ചെയ്യാറുള്ളത്. ഗുണഭോക്താക്കൾ മാറിയാലും ഒരു വസ്തു വഖഫായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടത് എന്നും ദൈവത്തിന്റെ ഉടമസ്ഥാവകാശത്തിലായിരിക്കുമെന്ന് ചുരുക്കം. വഖഫ് വസ്തു പരിപാലിക്കുന്നത് ഒരു മുത്തവല്ലിയാണ്. എന്നാൽ മേൽനോട്ടക്കാരൻ എന്നതിനപ്പുറം മുത്തവല്ലിക്ക് വഖഫിൽ അവകാശവും ഉണ്ടായിരിക്കില്ല. 1954 കേന്ദ്ര സർക്കാർ വഖഫുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ നിയമം കൊണ്ടുവന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വഖഫ് സ്വത്തുക്കളുടെ വിനിയോഗത്തിന് മേൽനോട്ടം വഹിക്കാൻ സംസ്ഥാന തലത്തിൽ വഖഫ് ബോർഡുകളും കേന്ദ്ര തലത്തിൽ വഖഫ് കൗൺസിലും സ്ഥാപിച്ചു. ഈ നിയമം റദ്ദാക്കി 1995 വഖഫ് ബോർഡുകൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന പുതിയ വഖഫ് നിയമം നടപ്പാക്കി. 2013 മറ്റൊരു ഭേദഗതി കൂടി വന്നു. ഈ ഭേദഗതി നിയമപ്രകാരമാണ് ഇപ്പോൾ വഖഫിന്റെ പ്രവർത്തനം. ഓരോ സംസ്ഥാനത്തിനും ഓരോ വഖഫ് ബോർഡുണ്ട്. വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ, രേഖകൾ സൂക്ഷിക്കൽ, ഉപയോഗം നിരീക്ഷിക്കൽ, ജീവകാരുണ്യമാണ് വിനിയോഗത്തിന്റെ അടിസ്ഥാനം എന്ന് ഉറപ്പാക്കൽ തുടങ്ങിയവയാണ് വഖഫ് ബോർഡുകളുടെ ഉത്തരവാദിത്തം. വ്യക്തിഗത വഖഫ് സ്വത്തുകൾ കൈകാര്യം ചെയ്യുന്ന മുത്തവല്ലികളെ നിയമിക്കുന്നതും വഖഫ് ബോർഡാണ്. വഖഫ് ബോർഡുകളുടെ മേൽനോട്ടവും ഏകോപനവും നിർവഹിക്കുന്ന കേന്ദ്ര സംവിധാനമാണ് വഖഫ് കൗൺസിൽ. വഖഫ് സ്വത്തുക്കൾ ഇസ്ലാമിക തത്വങ്ങൾക്കനുസൃതമായും സാമൂഹ്യക്ഷേമത്തിനും ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കൽ, വഖഫ് ബോർഡുകളുടെ ഏകോപനം, നയരൂപീകരണം, തർക്ക പരിഹാരം തുടങ്ങിയവയാണ് വഖഫ് കൗൺസിലിന്റെ ചുമതല. കോടതികളുടെ ജോലിഭാരം കുറയ്ക്കാൻ ഉദ്ദേശിച്ചുള്ള ബദൽ തർക്ക പരിഹാര സംവിധാനമാണ് വഖഫ് ട്രൈബ്യൂണലുകൾ. ഓരോ സംസ്ഥാനത്തും ഓരോ ട്രൈബ്യൂണൽ ഉണ്ടാകും. വഖഫ് ബോർഡ് ഫണ്ട് ഉപയോഗിച്ചാണ് പ്രവർത്തനം. സിവിൽ കോടതിക്ക് അധികാരങ്ങൾ ട്രൈബ്യൂണലിനുമുണ്ട്. ട്രൈബ്യൂണലിന്റെ തീരുമാനങ്ങൾ അന്തിമവും കക്ഷികൾക്ക് ബാധകവുമാണ്. ട്രൈബ്യൂണൽ രൂപീകരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. 3 അംഗങ്ങൾ ഉണ്ടാകും. ചെയർപേഴ്സൺ ജുഡീഷ്യൽ ഓഫീസർ ആയിരിക്കും. ക്ലാസ് 1-ൽ കുറയാത്ത റാങ്കുള്ള ജില്ലാ സെഷൻസ് സിവിൽ ജഡ്ജ്, സംസ്ഥാന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ, മുസ്ലിം നിയമത്തിലും നിയമശാസ്ത്രത്തിലും അറിവുള്ള ഒരു വ്യക്തി എന്നിവരാണ് ട്രൈബ്യൂണലിൽ ഉണ്ടാകുക. 1995 വഖഫ് നിയമത്തിലെ 44 വകുപ്പുകളിൽ
ട്രൈബ്യൂണലുകളിൽ മാറ്റം വരുത്തുന്നതാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി. ഇത് വഖഫ് ബോർഡുകളുടെ അധികാര പരിധിയും സ്വത്ത് വിനിയോഗവും നിയന്ത്രിക്കുന്നു. ഇപ്പോഴത്തെ നിയമപ്രകാരവും ഭൂമി ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ വാക്കാൽ വഖഫാക്കാം. എന്നാൽ പുതിയ ഭേദഗതി അനുസരിച്ച് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഭൂമി വഖഫ് ചെയ്യാൻ കഴിയൂ. ഭാവിയിൽ തർക്കങ്ങൾ ഉണ്ടായാൽ മതിയായ തെളിവുണ്ടാവില്ല എന്നാണ് ഈ വ്യവസ്ഥയ്ക്ക് സർക്കാർ നൽകുന്ന ന്യായീകരണം. കാലാകാലങ്ങളായി മതപരമോ ജീവകാരുണ്യപരമോ ആയ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭൂമിയെ വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കാൻ ഇപ്പോൾ കഴിയും. എന്നാൽ ഭേദഗതി നടപ്പായാൽ ഉപയോഗത്തിലൂടെ വഖഫ് എന്ന ആശയം റദ്ദാക്കപ്പെടും. വഖഫ് ഭൂമി സർവേ നടത്താൻ ഇപ്പോൾ സംസ്ഥാന സർക്കാരുകൾക്ക് സർവേ കമ്മീഷണറെയും അസിസ്റ്റന്റ് കമ്മീഷണർമാരെയും നിയമിക്കാം. എന്നാൽ ഭേദഗതി പ്രകാരം അതത് ജില്ലാ കളക്ടർമാരാണ് സർവേ നടത്തേണ്ടത്. ഏതെങ്കിലും വഖഫ് സ്വത്ത് സർക്കാർ വകയാണോ എന്ന് സംശയമുണ്ടായാൽ അന്വേഷിച്ച് തീരുമാനമെടുക്കേണ്ടതും കളക്ടറാണ്. അതായത് തർക്കങ്ങളിൽ വഖഫ് ട്രൈബ്യൂണലിന് പകരം കളക്ടർ തീരുമാനമെടുക്കും. കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കും വരെ തർക്കമുള്ള സ്വത്തുക്കൾ വഖഫായി കണക്കാക്കില്ല എന്നും പുതിയ വ്യവസ്ഥയിൽ പറയുന്നു. അതായത് സർക്കാർ അന്തിമ തീരുമാനം എടുക്കുവരെ തർക്ക വസ്തുവിൽ വഖഫിന് നിയന്ത്രണം ഉണ്ടാകില്ല. വഖഫ് ട്രൈബ്യൂണലുകളുടെ ഘടന മാറ്റിയാണ് പുതിയ ഭേദഗതി കൊണ്ടുവരുന്നത്. അംഗങ്ങളിൽ ഒരാൾ ഇസ്ലാമിക നിയമങ്ങളിൽ പണ്ഡിതനായിരിക്കണമെന്ന നിലവിലെ വ്യവസ്ഥ റദ്ദാക്കും. ട്രൈബ്യൂണലുകളുടെ വിധിക്കെതിരെ 90 ദിവസത്തിനകം കോടതികളിൽ അപ്പീൽ നൽകാനും ഭേദഗതി നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. വഖഫ് ബോർഡുകളുടെയും വഖഫ് കൗൺസിലുകളുടെയും അടിസ്ഥാന രൂപം തന്നെ പൊളിച്ചെഴുതുന്നതാണ് പുതിയ ഭേദഗതി. ഇപ്പോൾ ബോർഡിലെയും കൗൺസിലിലെയും എല്ലാ അംഗങ്ങളും മുസ്ലിങ്ങളാണ്. ഭേദഗതി പ്രകാരം മുസ്ലിങ്ങളല്ലാത്ത 2 അംഗങ്ങളെങ്കിലും വേണം. ഏതെങ്കിലും സ്വത്ത് വഖഫാണ് എന്ന് ബോർഡിന് തോന്നിയാൽ അതേക്കുറിച്ച് അന്വേഷിക്കാനും തീരുമാനമെടുക്കാനും ഇപ്പോൾ വഖഫ് ബോർഡുകൾക്ക് കഴിയും. പരാതികൾ ഉണ്ടായാൽ വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കുകയും ചെയ്യാം. പുതിയ ഭേദഗതി വന്നാൽ ഈ അധികാരം ഇല്ലാതാകും. വഖഫ് നിയമത്തിൽ മാറ്റം വരുന്നത് ഇതാദ്യമല്ല. കാലോചിതമായ പരിഷ്കാരങ്ങൾ ആവശ്യമാണ്. എന്നാൽ മാറ്റങ്ങളുടെ ഉദ്ദേശങ്ങളും നടപ്പാക്കുന്ന രീതിയും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അക്കാര്യങ്ങളിൽ കൃത്യമായ വിശദീകരണം നൽകാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. അത് ഭരണഘടന അനുശാസിക്കുന്ന ചുമതല കൂടിയാണ്. ഇതാണ് വരാൻ പോകുന്ന മാറ്റം. മുസ്ലിങ്ങളല്ലാത്ത 2 അംഗങ്ങൾ വരുന്നതിനോടാണ് എതിർപ്പ്. എന്നാൽ കേന്ദ്ര സർക്കാർ നിയമം പാസാക്കിയാൽ അനുസരിക്കാൻ മാത്രമേ നിവർത്തിയുള്ളൂ. കേരളത്തിലെ CPM വഖഫ് നിയമ ഭേദഗതിക്കെതിരാണ്. CPM സർക്കാരിന്റെയും മന്ത്രിമാരുടെയും പ്രത്യേക നിലപാടുകളാണ് കാരണം. വഖഫ് നിയമത്തെ എതിർക്കാതിരുന്നാൽ 2026 മുഹമ്മദ് റിയാസിന് മത്സരിക്കാൻ കഴിയില്ല. അതേസമയം കോൺഗ്രസും ഭേദഗതിയെ ഒളിഞ്ഞും തെളിഞ്ഞും എതിർക്കുന്നു. കേരളത്തിലെ കോൺഗ്രസിന്റെ വിഷയം മുന്നണിയുടെ നെടുന്തൂണായ മുസ്ലിം ലീഗാണ്. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് ഭേദഗതിയെ തങ്ങൾ അനുകൂലിക്കുമെന്ന് ആദ്യ പ്രസ്താവന ഇറക്കിയ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് ഫ്രാൻസിസ് ജോർജ് MP ഏതാനും മണിക്കൂറുകൾ കൊണ്ടാണ് കാലുമാറിയത്. അത് ലീഗിനെ ഭയന്നുള്ള പിന്മാറ്റമായിരുന്നു. ഫ്രാൻസിസ് ജോർജിന്റെ പാർട്ടിക്ക് തുടർന്നും ജയിക്കണമെങ്കിൽ അവർ മുനമ്പത്തെ ക്രൈസ്തവർക്കൊപ്പം നിൽക്കണം. എന്നാൽ അതിനുള്ള സ്വാതന്ത്ര്യം പോലും അവർക്ക് ലഭിക്കുന്നില്ല. മെത്രാൻമാർ പറഞ്ഞിട്ട് പോലും കേൾക്കാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. അതാണ് ലീഗിന്റെ ശക്തി. ഇടതുമുന്നണിയിലുള്ള കേരള കോൺഗ്രസ് KM മാണി വിഭാഗം ഭേദഗതിയെ അനുകൂലിക്കാനാണ് സാധ്യത. ഇടതുമുന്നണി ഈ നിലപാട് എതിർത്താലും കേരള കോൺഗ്രസിന്റെ ഭാഗം ന്യായീകരിക്കാനാകും തന്ത്രപരമായി പിണറായി ശ്രമിക്കുക. ഇല്ലെങ്കിൽ കേരള കോൺഗ്രസുമായി സംഘർഷത്തിലാവും. അത് പിണറായി ആഗ്രഹിക്കുന്നില്ല. അതായത് 2026 കേരളത്തിലെ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിൽ BJP നടത്തുക ഒരു കുതിച്ചുചാട്ടമായിരിക്കും. ക്രൈസ്തവരുടെ വോട്ടുകൾ കിട്ടാതെ ഒരു മുന്നണിക്കും കേരളത്തിൽ അധികാരത്തിലെത്താൻ കഴിയില്ല. ഇവിടെയാണ് BJP നടത്തുന്ന കുതിച്ചുചാട്ടത്തിന്റെ പ്രസക്തി. പള്ളിമണി അടിച്ച് വിശ്വാസികളോട് BJPക്ക് വോട്ട് ചെയ്യാൻ മെത്രാൻമാർ ആവശ്യപ്പെട്ടാൽ അത് സംഭവിക്കും. മലയോര മേഖലയിൽ നിർധനയായ ഒരു സ്ത്രീയെ കടുവ വയറ്റിലാക്കിയപ്പോൾ കോഴിക്കോട്ടെ പൊതുയോഗത്തിൽ സിനിമാ പാട്ട് പാടാൻ പോയ വനമന്ത്രി AK ശശീന്ദ്രനും പണി കിട്ടും. കേരളത്തിലെ ക്രൈസ്തവരുടെ മനസ്സ് BJPയിലേക്ക് ചായാൻ ഇതിലും വലിയ അവസരങ്ങളില്ല. കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ ഇതിനാവശ്യമായ എണ്ണ എരുതിയിൽ ഒഴിക്കുന്നുണ്ട്. ക്രൈസ്തവർക്കൊപ്പം നിൽക്കുന്ന ഏക കക്ഷിയായി BJP മാറിയിരിക്കുന്നു. 2025 നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിൽ തന്നെ ഇതിന്റെ അനുരണനങ്ങൾ കാണാനാകും.